രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇസ്കോൺ സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ബംഗ്ലാദേശ് സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ കടുത്ത എതിർപ്പുമായി രംഗത്ത് വരുമ്പോൾ ഇന്ത്യയിലും വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ പുതിയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടനയ്ക്കെതിരെ നിരോധന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരും രംഗത്ത് വന്നു കഴിഞ്ഞു. ഇസ്കോണിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സർക്കാർ അനുകൂല നിലപാട് അറിയിച്ചത്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺസെൻസസ് അഥവാ ഇസ്കോൺ മതമൗലികവാദ സംഘടനയാണെന്ന് ബംഗ്ലാദേശ് സർക്കാർ കോടതിയെ ബോധിപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിലെത്തിയ റിട്ട് ഹർജിയിലാണ് ബംഗ്ലാദേശ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ഹൈന്ദവ നേതാവ് ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ബംഗ്ലാദേശിലുടനീളം ന്യൂനപക്ഷ സംഘടനകൾ വ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഭരണകൂടത്തിന്റെ നീക്കം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഇസ്കോൺ നേതാവായിരുന്നു അറസ്റ്റിലായ ചിന്മയ് കൃഷ്ണദാസ്. മതന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷ ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളും അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് ധാക്ക എയർപോർട്ടിൽ വച്ച് നവംബർ 25-ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചായിരുന്നു പോലീസ് നടപടി. ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റി. ധാക്കയിലെ ചിറ്റഗോങ് കോടതിക്ക് പുറത്ത് അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചിന്മയ് കൃഷ്ണദാസ് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ ഭരണകൂടത്തിനും സർക്കാരിനും എതിരല്ല. ഞങ്ങൾ സനാതനികൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് ഈ രാജ്യത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സമാധാനത്തെ അസ്ഥിരപ്പെടുത്താനും സഹവർത്തിത്വം തകർക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. വികാരങ്ങൾ നിയന്ത്രിച്ച് സമാധാനപരമായ പ്രതിഷേധം നടത്തും. ഇസ്കോൺ സന്യാസിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോടതിക്ക് പുറത്ത് തടിച്ചുകൂടിയവരെ ഒഴിപ്പിക്കാൻ ശബ്ദ ഗ്രനേഡുകളടക്കം പോലീസ് പ്രയോഗിച്ചിരുന്നു. തുടർന്നുണ്ടായ പോലീസ് നടപടിയിൽ ചിന്മയ് കൃഷ്ണദാസ് അഭിഭാഷകൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇസ്കോൺ സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ബംഗ്ലാദേശ് നടപടിയെ ഇന്ത്യയും അപലപിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. സമാധാനപരമായി സമ്മേളിക്കുന്നതിനും അഭിപ്രായ പ്രകടനം നടത്തുന്നതിനുമുള്ള അവരുടെ അവകാശം നിഷേധിക്കരുത്. ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി സമാധാനപരമായി പ്രതിഷേധിച്ച മതന്യൂനപക്ഷ സംഘടനാ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും ആശങ്ക രേഖപ്പെടുത്തി. ന്യൂനപക്ഷ വിഭാഗക്കാരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തീയിടുകയും കൊള്ളയടിക്കുകയും ചെയ്യുക, ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുക തുടങ്ങി നിരവധി കേസുകൾ ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു. സ്വാമിയുടെ മോചനം ആവശ്യപ്പെട്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശി എഴുത്തുകാരിയായ തസ്ലീമ നസ്രീൻ അടക്കമുള്ളവർ ചിന്മയ് കൃഷ്ണദാസിന് പിന്തുണ പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ഇന്ത്യ ഇടപെടണമെന്ന് ഇസ്കോൺ ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ ഹൈന്ദവ നേതാവും ഇസ്കോൺ സന്യാസിയുമായ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ അപലപിച്ച് ശ്രീ രവിശങ്കറും രംഗത്ത് വന്നിരുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥ ഉയർത്തിക്കാണിക്കാൻ മാത്രമാണ് ചിന്മയ് കൃഷ്ണദാസ് ആഗ്രഹിക്കുന്നത്. തന്റെ ആളുകളെ പരിപാലിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച പ്രൊഫസർ MD യൂനസ് സർക്കാരിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തീവ്ര മത സംഘടനകളെ ബംഗ്ലാദേശ് സർക്കാർ നിയന്ത്രിക്കുമെന്നും ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സന്യാസിമാരെയും പുരോഹിതന്മാരെയും അറസ്റ്റ് ചെയ്യുന്നത് ബംഗ്ലാദേശ് സർക്കാരിന് നല്ലതല്ല. പുരോഗമനപരവും ലിബറൽ രാജ്യവുമായാണ് ബംഗ്ലാദേശ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ചില ഘടകങ്ങൾ അതിനെ പിന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു.